യു.ഡി.എഫിൻ്റെ 102 സീറ്റിൻ്റെ വിജയം ഒരു മുന്നണിയുടെ മാത്രമായ രാഷ്ട്രീയ വിജയമായി മനസ്സിലാക്കിയാൽ ഉപരിപ്ലവമായ ചില നിഗമനങ്ങളിലായിരിക്കും എത്തിച്ചേരുക. കോൺഗ്രസിനെ മാതൃകാപരമായ ഒരു ബദൽ എന്ന നിലയിൽ കണ്ടതുകൊണ്ടല്ല ജനങ്ങൾ വോട്ട് നൽകിയത്. മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ തങ്ങളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ബാലറ്റിലൂടെ നടത്തിയ ശക്തവും സാന്ദർഭികവുമായ ഒരു ഇടപെടൽ എന്ന നിലയിൽ വേണം ഈ വിജയത്തെ കാണേണ്ടത്. പലരും പറയുന്നത് പോലെ ഇടതുപക്ഷം ഇവിടെ അപ്രത്യക്ഷമായോ? തീർച്ചയായും ഇല്ല. പക്ഷേ സാമ്പ്രദായിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പുറത്താണ് അവർ തങ്ങളുടെ രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്നതെന്ന് മാത്രം. ഇടതുപക്ഷത്തിന് അതിൻ്റെ വിശ്വാസ്യത നഷ്ടമായോ? ഇല്ല. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന 35 പേരേക്കാൾ ഭരണപക്ഷത്തിരിക്കുന്ന 3 പേരാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത്. ഔദ്യോഗിക ഇടതുപക്ഷത്തിന് മനസ്സിലായാലും ഇല്ലെങ്കിലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളിലും മാറ്റങ്ങൾ പ്രകടമാണ്. പരമ്പരാഗത ശീലങ്ങളിൽ നിന്നും അവർ മാറി നടന്നു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഫലമായി വിവിധ ജനസമൂഹങ്ങളെ ഉൾക്കൊള്ളാനാകുന്ന വിധത്തിൽ വിശാലമായ ഒരു ജനാധിപത്യ വേദിയായി കോൺഗ്രസ് രൂപപ്പെടുന്നു. ഇതിൻ്റെ മറുവശത്ത് CPM ഒരു ഇടതുപക്ഷ പാർട്ടിയല്ലാതായി തീർന്നോ? ഇല്ല. CPM ഒരു ഇടതുപക്ഷ പാർട്ടിയായതുകൊണ്ടാണ് അണികൾ അതിനുള്ളിൽ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. ആ വിമർശനങ്ങളെ നിശബ്ദമാക്കാനും ഇല്ലാതാക്കാനും ആരാണോ ശ്രമിക്കുന്നത് അവരാണ് CPMനെ ഒരു ഇടതുപക്ഷ പാർട്ടിയല്ലാതാക്കുന്നത്. എന്നാൽ മുകളിൽ പറഞ്ഞതൊന്നുമല്ല, മറിച്ച് മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭീഷണിയായി ഇന്ത്യയിലെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ഒരു സിവിൽ സൊസൈറ്റിയുടെ രൂപത്തിൽ ഒരു പ്രാദേശിക രാഷ്ട്രീയ സഖ്യം ഉയർന്നു വന്നതാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഈ സഖ്യത്തെ ഇൻവിസിബിൾ അലയൻസ് അഥവാ അദൃശ്യ സഖ്യം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാനമില്ലാതെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളുടെ ബോധ്യങ്ങളെ അടിസ്ഥാനമാക്കി മുദ്രാവാക്യങ്ങളോ പ്രഖ്യാപനങ്ങളോ ഇല്ലാതെ പൊതുവായ ചില രാഷ്ട്രീയ തീരുമാനങ്ങളിൽ എത്തിയതിനെയാണ് അദൃശ്യ സഖ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ജനങ്ങളുടെ കൂട്ടായ്മ കോൺഗ്രസ് എന്ന പ്ലാറ്റ്ഫോമിനെ സംരക്ഷണ കവചമാക്കിക്കൊണ്ട് LDFൻ്റെ മൂലധനാധിഷ്ഠിത വികസന രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയ്ക്ക് വിരാമമിടുകയും BJPയുടെ കടന്നുകയറ്റത്തെ തടയുകയും ചെയ്തു. ഈ അദൃശ്യ സഖ്യം രൂപം കൊണ്ടത് ജനങ്ങളുടെ ബോധമണ്ഡലത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണവും തീവ്ര വലതുപക്ഷത്തിൻ്റെ കടന്നുകയറ്റവും കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളിൽ സൃഷ്ടിച്ച പ്രതികരണങ്ങളും തിരിച്ചറിവുകളുമാണ് ഈ സഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത്. ഇടതുഭരണത്തിന് കീഴിൽ തങ്ങൾ രാഷ്ട്രീയമായി വഞ്ചിക്കപ്പെടുകയാണെന്ന ബോധമാണ് അതിനെ ത്വരിതപ്പെടുത്തിയ പ്രത്യക്ഷ ഘടകം. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുണ്ടായ ഈ മാറ്റം തിരിച്ചറിയാൻ ഔദ്യോഗിക ഇടതുപക്ഷം പൂർണ്ണമായി പരാജയപ്പെട്ട കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. ഇൻഫ്രാസ്ട്രക്ചറൽ വികസനവും അതിൻ്റെ നായകനായി ഒരു നേതൃബിംബത്തെ പ്രതിഷ്ഠിക്കുന്നതും വിജയം ഉറപ്പാക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു അവർ. ഈ അദൃശ്യ സഖ്യത്തിൽ അണിനിരന്ന സാമൂഹിക വിഭാഗങ്ങൾ പ്രധാനമായും താഴെ പറയുന്നവയാണ്. നിശബ്ദ ഇടതുപക്ഷം. പരമ്പരാഗത മതേതര കോൺഗ്രസ് വോട്ടർമാർക്കും ന്യൂനപക്ഷത്തിനുമൊപ്പം UDFൻ്റെ 102 സീറ്റ് വിജയത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ച വിഭാഗമാണ് നിശബ്ദ ഇടതുപക്ഷം. സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായ നിരവധി പിടിവാശികളെ പിന്തള്ളിക്കൊണ്ടാണ് ഇവർ ഈ നിലപാടെടുത്തത്. ഔദ്യോഗിക ഇടതുപക്ഷത്തിന് ഈ നടപടിയെ ഏത് രീതിയിലും വിലയിരുത്താം. അത് നന്നായോ മോശമായോ എന്ന് പിന്നീട് മാത്രമേ പറയാൻ കഴിയൂ. എന്തുതന്നെയായാലും CPMന് സംഭവിച്ച ഘടനാപരമായ തകർച്ചയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. UDFൻ്റെ 102 സീറ്റ് എന്ന ചരിത്രപ്രധാനമായ ജനവിധിയുടെ യഥാർത്ഥ സൃഷ്ടാക്കൾ ഇവരാണെന്ന് തന്നെ പറയാം. പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തു വന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് അണികളും അനുഭാവികളുമാണ് ഈ നിശബ്ദ ഇടതുപക്ഷം. ഇവർ സ്വന്തം പാർട്ടി നേതൃത്വത്തിൻ്റെ അമിതാധികാര പ്രവണതകളോടും കോർപ്പറേറ്റ് ശൈലിയോടും അഴിമതികളോടും ദീർഘകാലമായി കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നവരാണ്. നേതൃത്വം പാർട്ടിയെ വലിയ അപകടത്തിലേക്ക് നയിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടവരുമാണ്. കേരളത്തിൻ്റെ മതേതര അടിത്തറയെ നാളിതുവരെ സംരക്ഷിക്കുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്നവരും ഇവരാണ്. പാർട്ടിയോടുള്ള വിയോജിപ്പ് മൂലം ഇവർ പോളിംഗ് ബൂത്തുകളിൽ വരാതിരുന്നെങ്കിൽ BJPക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ അത് കാരണമാകുമായിരുന്നു. സ്വന്തം പാർട്ടിയെ അനുകൂലിക്കാതെ വോട്ട് ചെയ്യുമ്പോഴും അത് സെക്കുലർ ആയിരിക്കാൻ അവർ ശ്രദ്ധിച്ചു എന്നതാണ് പ്രത്യേകത. ഈ നടപടി കേരള രാഷ്ട്രീയത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്താൻ തക്കവണ്ണം അതിശക്തമാണ്. എന്നാൽ വോട്ടിംഗ് മെഷീനിൽ വിരൽ അമർത്തുന്നതിന് മുമ്പും ശേഷവും ഇവർ നിശബ്ദത പാലിച്ചതുകൊണ്ട് പ്രീപോൾ സർവേകൾക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിനോ UDFൻ്റെ 102 അട്ടിമറി വിജയം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല.
സ്വന്തം പാർട്ടിയോടും ജയിച്ച മുന്നണിയോടും നിസ്സംഗത പുലർത്തുന്നതുകൊണ്ടാണ് അവരെ നിശബ്ദ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് ഭരണപരമായ ഒരു ആനുകൂല്യവും ഇവർ ആവശ്യപ്പെടുന്നില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഇതുവരെ പരിചിതമല്ലാത്ത ഈ പ്രതിഭാസം സാമൂഹ്യശാസ്ത്രപരമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. അദൃശ്യ സഖ്യം എന്ന ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ തനതായ മതേതര സ്വഭാവമാണ്. വർഗീയമായ ഭിന്നിപ്പിക്കൽ പ്രചരണങ്ങളെയും തന്ത്രങ്ങളെയും നിശബ്ദമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് താഴെത്തട്ടിൽ ഈ സഖ്യം രൂപപ്പെട്ടത്. ബഹുജനങ്ങളുടെ വിശാലമായ ഈ സഖ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ വേദിയായി സ്വയം മാറാനാണ് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശ്രമിച്ചത്. അതിലവർ വിജയിക്കുകയും ചെയ്തു.